അപ്പോൾ മക്കളെ ഇന്ന് നല്ല അമ്പാഴങ്ങ അച്ചാറും പരിപാടിയാട്ടോ. അമ്പാഴങ്ങ വെയിലത്തൊക്കെ ഇട്ട് വാട്ടി ഉപ്പിട്ടിട്ടോ, അമ്പാഴങ്ങ ഉപ്പൊക്കെ ഇട്ട് വെയിലത്തിട്ട് വാട്ടിയിട്ടൊരു അച്ചാറിടലുണ്ട്. നല്ല ടേസ്റ്റാവും. അപ്പോൾ ഈ നോമ്പിന് കഴിക്കാനൊക്കെ, കുറച്ചൊക്കെ അത്താഴത്തിന് ചോറുന്നുമ്പം കഴിക്കാൻ നല്ലൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിങ്ങനെ പഴുത്തത് കഴിക്കാൻ നല്ല രസാട്ടോ. അപ്പൊ അമ്പാഴങ്ങ മുഴുവൻ പറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രസം ഉണ്ടെങ്കിൽ ഇനി ഇടാലോ. ഫസ്റ്റായിട്ട് ഇട്ട് വെക്കുകയാണ് ഇങ്ങനെ കേട്ടോ. ഞാൻ സാധാ നോർമൽ അച്ചാറൊക്കെ ഇടലുണ്ട്. ഉപ്പിട്ട് ഉണക്കിയിട്ട് ആദ്യമായിട്ട് ഇട്ട് വെക്കുക കേട്ടോ. അപ്പം അമ്പാഴങ്ങ ഇതാ മാങ്ങയൊക്കെ കട്ട് ചെയ്യും പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നന്നായിട്ട് ഉപ്പിട്ടൊന്ന് പരട്ടി പിടിപ്പിക്കുക. എന്നിട്ട് 2 വാഴൻ്റെല വെട്ടി വെയിലത്ത് വെച്ചിട്ട് വാഴൻ്റെലയിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ദിവസത്തെ വെയിലെങ്കിലും കൊള്ളണം, എന്നാലേ ഒരു ഡ്രൈ മാങ്ങൻ്റെയൊക്കെ ആ ഒരു ഇത് വരുള്ളൂ കേട്ടോ. കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിങ്ങനെ എടുത്ത് വെയിലത്ത് വെച്ചിട്ട് രാത്രി എടുത്ത് വെക്കുമ്പോൾ അത് ഫ്രിഡ്ജിലെങ്ങാനും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൂപ്പിൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വെയിലത്ത് വെച്ച് പിന്നെയും നമ്മൾ വെയിൽ കൊള്ളാണ്ട് 2 ദിവസം വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ കേട് വന്ന് പോകുമ്പോൾ പെട്ടെന്ന് അച്ചാർ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണേ. അപ്പം ഇതാ 2 ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈ മാങ്ങയൊക്കെ ഉണക്കണ പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഉരുളി അടുപ്പിൽ വെച്ച് അതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഒരു 8 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ ഒരു ഇഞ്ചി കഷ്ണം കട്ട് ചെയ്തതും ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി വരുന്ന സമയത്ത് ഇത്തിരി കറിവേപ്പില ഇട്ട് നമ്മൾ അച്ചാർ പൊടിയും അതുപോലെ പാകത്തിന് മുളക് പൊടിയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണക്കി വെച്ച അമ്പഴങ്ങ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സുറുക്കിയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയാൽ നമ്മൾ അച്ചാർ റെഡി ആയിട്ടോ. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സുറുക്ക ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഉപ്പ് നമ്മൾ ഈ ഉണക്കുന്ന അമ്പഴങ്ങിൽ ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് അധികം ഇഷ്ടമുള്ളവർക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരത്തിന് വേണമെങ്കിൽ ഇത്തിരി എന്താ പറയുക ഈത്തപ്പഴമൊക്കെ ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. അത് ഇളം മധുരമുള്ള അമ്പഴങ്ങയായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്കും ഇത് അമ്പഴങ്ങ അച്ചാറാണ് തോന്നുകയില്ല കേട്ടോ. നമ്മൾ സ്വീറ്റ് മാങ്ങ ഡ്രൈ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലോ, ശർക്കര ഇട്ടിട്ടും അതുപോലെ ഇളം മധുരമുള്ള മാങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറുണ്ടല്ലോ, അതുപോലെ കേട്ടോ. നമുക്ക് പുലർച്ചയ്ക്കും അതുപോലെ ചോറ്റിക്കും എന്താ പറയുക ചപ്പാത്തിക്കും ഒക്കെ ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇങ്ങനെ വീട്ടിലെല്ലാവരും ഇത് സലാഡ് അമ്പായങ്ങയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് അങ്ങനെ നിർത്തലാണ്. പക്ഷേ ഇതിങ്ങനെ അച്ചാറുണ്ടാക്കി കഴിച്ചാൽ, അച്ചാർ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് വാട്ടി ഉണക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.